കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം ഈ പ്രഭാതത്തിൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഓരോ എപ്പിസോഡും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കാണുകയും അത് മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുകയും ഒപ്പം നമ്മുടെ ഈ ചാനൽ ഏറ്റവും വിജയകരമായി തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നറിഞ്ഞാൽ അദ്ദേഹം സന്തോഷമുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് അല്പമായി ചിന്തിക്കാനായിട്ട് നമ്മുടെ ചിന്താവിഷയ പ്രകാരമാണ് സിഗ്നൽ ആക്രമണം. ഇതിൻ്റെ വേദഭാഗം വെളിപാട് പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യമാണ്. അവിടെ വായിക്കും ഇങ്ങനെയാണ് പറയുന്നത്: മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലുമേൽ നിന്നു 110 മൈൽ വേഗതയിൽ ആഞ്ഞടിച്ച മരിയ ചുഴലിക്കാറ്റ് ആരംസിബോ ഒബ്സർവേറ്ററി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഏക ഡിഷ് റേഡിയോ ദൂരദർശനിൽ ഒന്ന് ഉയരത്തു നിന്നും താഴെ സ്ഥാപിച്ചിരിക്കുന്ന ഡിഷിലേക്ക് പതിച്ചു. വാസ്തവസാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടത്താനായി ഒരു ദൂരദർശിനിയുടെ അടിയിൽ സ്ഥാപിച്ചിരുന്ന 8 അടിയോളം താഴ്ചയുള്ള ഒരു തടാകം പോലെ തോന്നിക്കുന്ന വെള്ളക്കെട്ടിലേക്ക്, എന്ന് പറഞ്ഞാൽ ഒരു കുട കമിഴ്ത്തിയിരിക്കുന്നത് പോലെ ഉള്ള ഒരു ഡിഷ്, അത് ഒരു ജീവനക്കാരുടെ സംഘം കായാക്കിംഗ് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ ബോട്ടുകൾ തുഴഞ്ഞു ചെന്നു. അറ്റകുറ്റപ്പണികൾക്ക് 2 വർഷം എടുക്കുമെന്നാണ് ഇവരുടെ നിഗമനം. ശക്തമായ ആക്രമണങ്ങളിലൂടെ സംഭവിച്ചതായ ചുഴലിക്കാറ്റ്, അത് മുഖാന്തരമുണ്ടായതായ അപകട മേഖലകളിൽ അതിനെക്കുറിച്ചുള്ളതായ പഠനങ്ങൾ, അതിനെക്കുറിച്ചുള്ളതായ വിഷയങ്ങൾ ലോകമഹാ ഒരു സംഭവമായി മാറി എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനിടയായി. എന്നാൽ യേശു ക്രിസ്തുവിന്റെ 2ാം വരവിലേക്കുള്ള സമയത്ത് സ്വർഗവുമായുള്ള ആശയവിനിമയമായിട്ടുള്ള മറ്റൊരു മാർഗം ആക്രമണത്തിന് വിധേയാകാൻ പോവുകയാണ്. കാരണം ഇത്തവണ ആക്രമണങ്ങൾ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നായിരിക്കില്ല, പകരം തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് സമയങ്ങളെ നിയമങ്ങളെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശക്തി ലോകത്തിൽ വളർന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് ഇവർക്ക് പറയും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ ലോകമഹാശക്തിയെക്കുറിച്ച് ദാനിയേൽ 7-ാം അധ്യായം 25-ൽ വിവരിക്കുന്നു. അത് മാത്രമല്ല, ചെയ്യുന്ന ഒരു ഭരണകൂടത്തിൽ നിന്നായിരിക്കും അത് വരുന്നത്. മാത്രമല്ല, ഇത് പ്രശ്നകരമാണ്. കാരണം സ്നേഹത്തിന് നിർവചനം സംബന്ധിച്ച സ്വർഗത്തിൻ്റെ ആശയവിനിമയത്തിൻ്റെ പ്രധാന ഭാഗമാണ് ദൈവത്തിൻ്റെ നിയമം. അപ്പോൾ ദൈവത്തിൻ്റെ നിയമത്തിനെതിരായി ഈ 7-ാം 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വലിയ ഒരു ഭരണകൂടം ദൈവത്തിൻ്റെ നിയമത്തിനെതിരായി സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുന്ന ഒരു വലിയ ശക്തി രൂപപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ശക്തിയുടെ ഭരണകൂടത്തിൻ്റെ ഒരു സിഗ്നൽ മിന്നൽ ആക്രമണമാണ് ഇനി നമ്മുടെ മേൽ സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ദാനിയേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ നിയമത്തിനെതിരായ ആക്രമണത്തെ അത് നടപ്പിലാക്കുന്ന ശക്തിയുടെ ഉദയത്തെക്കുറിച്ച് പറയുമ്പോൾ വിവരിക്കുന്നു, അവൻ അത്യുന്നതന് വിരോധമായി. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 25 ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ദാനിയേൽ 7-ാം 25-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഈ ശക്തി ആദ്യം ഉയർന്നു വന്നപ്പോൾ തന്നെ ഈ ആക്രമണം ആരംഭിച്ചെങ്കിലും അത് ക്രിസ്തുവിൻ്റെ മടങ്ങി വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ശക്തമായ ഒരു മിന്നൽ ആക്രമണത്തിലൂടെ ദൈവജനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ ജാഗരൂകരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പ്രഖ്യാപിച്ചത്, പരീക്ഷകൾ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. വാസ്തവത്തിൽ ശക്തമായ വിശ്വാസത്തോടും കളങ്കമില്ലാത്ത ജീവിതാനുഭവങ്ങളിലൂടെ പ്രാർത്ഥിക്കുകയും ഭജനം ധ്യാനവും ചെയ്യുന്നതായി ഒരു ദൈവവേദലിന് തീർച്ചയായും ഈ നിയമങ്ങൾക്കെതിരായി നമുക്ക് വിജയിക്കുന്ന സാധിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. മാത്രമല്ല, ഈ അവിശുദ്ധ അധികാരത്തെക്കുറിച്ച് പൗലോസ് മുന്നറിയിപ്പ് നമുക്ക് നൽകിയിരിക്കുന്നു. ആരും
ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആരും ഏത് വിധേന നിങ്ങൾ ചതിക്കരുത്. മാത്രമല്ല, ആദ്യമേ നിങ്ങൾ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായും വെളിപ്പെടുകയും വേണം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് ആരും ഏത് വിധേന നിങ്ങൾ എന്ത് ചെയ്യരുത്, ചതിക്കരുത്, അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിക്കരുത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് ദൈവത്തിൻ്റെ യഥാർത്ഥ സത്യത്തിൽ നിന്ന് നമ്മളെ മനം തിരിപ്പിക്കുവാൻ, നമ്മളെ നിന്ന് മാറ്റുവാൻ ലോകശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് ഇവർക്ക് പറയാം. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. വെളിപ്പാട് പുസ്തകം 12-17 വാക്യം വായിച്ച മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. സാത്താൻ ദൈവസഭയോട് കോപിക്കുന്നു. അതെങ്ങനെയുള്ള ദൈവസഭയുടെ കോപിക്കുന്നത്? ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാനാണ് അവൻ പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തുക, യുദ്ധത്തിലൂടെ നമ്മളെ എന്ത് ചെയ്യുക, നമ്മളെ വിശ്വാസത്യാഗങ്ങൾ സംഭവിപ്പിക്കുക. മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് നമ്മളെ അകറ്റുക, സ്വർഗത്തിൽ നിന്ന് നമ്മളെ പൂർണ്ണമായി നരകത്തിലേക്ക് എത്തിത്തീർക്കുന്നതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ദൈവത്തിൻ്റെ മക്കളെ, ആരും ഏതു വിധേനെ നിങ്ങൾ എന്ത് ചെയ്ത് ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മത്തെയും വെളിപ്പെടുകയും വേണം. ഈ ലോക സംഭവങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം ഓർത്തുള്ള, യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യനിർമ്മിത ഉൽപ്പന്നങ്ങളെ പോലെ നിയമം നടപ്പിലാക്കാൻ കഴിയില്ല. എന്നിരുന്നാലും അതിനെ പ്രതിരോധിക്കുന്നതിൽ മനുഷ്യൻ ഒരു പങ്ക് വഹിക്കും. നിയമം പാലിച്ചുകൊണ്ടും ദൈവത്തെ ആരാധിപ്പാൻ മറ്റുള്ളവരെ ക്ഷണിച്ചുകൊണ്ടും അവർ ഇത് ചെയ്യുക തന്നെ ചെയ്യും. ഈ നിയമത്തിനെതിരായി നമുക്ക് ദൈവകൽപ്പന യേശുവിലെ വിശ്വാസം കാത്തുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുന്നവരായി, അതിൻ്റെ അണികളായി, ദൈവത്തിൻ്റെ സത്യവചനം പ്രസംഗിക്കുന്ന വക്താക്കളായി, ദൂതവാഹന്മാരായി ആ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആത്മാക്കളെ നേടാം, നമുക്ക് ഒരുങ്ങാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധൻ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ മനോഹരമായ നല്ല പ്രഭാതത്തിൽ സിഗ്നൽ ആക്രമണം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. സാത്താനും അവൻ്റെ സൈന്യവും സമയത്തെ നിയമത്തെ മാറ്റിക്കൊണ്ടുള്ളതായ ആ ഒരു വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ദൈവകൽപ്പന യേശുവിൽ വിശ്വാസം കാത്തുകൊള്ളുന്ന ദൈവമക്കളോട് അവൻ്റെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുമ്പോൾ, ദൈവമേ, ഞങ്ങൾ വീണുപോകാതെ, ഞങ്ങൾ തെറ്റിപ്പോകാതെ ദൈവകൽപ്പനയും യേശുവിൽ വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ ആ വലിയ സഹിഷ്ണുത കൊണ്ട് ഞങ്ങൾ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ശക്തിയും ബുദ്ധിയും ജ്ഞാനവും ധൈര്യവും നൽകണം. പ്രേക്ഷകരായ എല്ലാ മക്കളും ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല യേശുവിൻ നാമത്തിൽ താഴ്മയായി കെഞ്ചുന്നു കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.